മനസ്സിലായില്ല എല്ലാവർക്കും BS3 എന്ന് പറയുമ്പോൾ ഒരു വികാരം, അത് ഡ്യൂക്ക്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി കാണുന്നില്ല BS3 ഡ്യൂക്ക് 200. ഇതിൻ്റെ ഒരു കിട്ടില്ല വീഡിയോ ആണ്. ഇടയ്ക്കൊരു വീഡിയോ റിവ്യൂ ആയിട്ട് ചെയ്തപ്പോൾ പോലും അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. ചെറിയ നോയ്സൊക്കെ കൂടുതലുള്ള വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് തുടങ്ങാൻ, ചാനൽ സബ്സ്ക്രൈബ്. നമുക്ക് എന്തായാലും വീഡിയോ കിട്ടും. ഇതാണ് നമ്മുടെ BS3 ഡ്യൂക്ക് 200. ഏകദേശം 10 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണ്. ഇപ്പോഴും ഫുള്ളി മെയിൻറ്റൈൻ ആയിട്ട് സ്റ്റോക്ക് ലുക്കിൽ തന്നെ വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടയർ ട്രാക്ക് ടയറാണ് ഇട്ടിട്ടുള്ളത്, അല്ലാതെ കാണാനെല്ലാം സ്റ്റോക്ക് ലുക്കാണ്. ആ വൈറ്റ് പെയിൻറ്റ് വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ പാർട്സും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പണ്ടത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തൊക്കെ സംഭവങ്ങൾ മാറ്റി, ഇപ്പോഴത്തെ കണ്ടീഷനും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മളെ വീഡിയോ ചെയ്യാൻ പോകുന്നത്, അന്നത്തെ ഒരു വീഡിയോയിൽ നോയ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതിന് ശബ്ദം കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതും കൂടെ ചേർത്ത് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ആ ലുക്ക് കണ്ടില്ലേ, വൈറ്റ്, എവിടെ ഇരുന്നാലും അട്രാക്റ്റീവായിട്ട് നോക്കിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡ്യൂക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിട്ട് തന്നെ കാണാം. അത് BS3 ഡ്യൂക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ മാരകമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് അടിച്ച് തുടങ്ങാം. നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്ഥലമൊന്നും മാറി നമ്മൾ വണ്ടി ഇതാ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 11 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ് കാണുന്നത്. ഇപ്പം സെറ്റായിട്ട് ഒരു പണിയില്ലാതെ ഇരിപ്പുണ്ട്, സ്റ്റോക്ക് കണ്ടീഷൻ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ടയർ സൈസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. 170 ഒരു ടയർ ഇട്ടിട്ടുണ്ട്. ഇന്ന് ട്രാക്ക് ടയറാണത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞാൽ നോയ്സിൻ്റെ സംഭവമാണ്. പഴയ വണ്ടിക്കുള്ള എന്തായാലും ഒരു ഇഷ്യൂ ആണ്, ഓവർ നോയ്സ് ഉണ്ട്. പക്ഷേ കേൾക്കാൻ നൈസാണ്. എന്നാലും ഇപ്പോഴത്തെ BS4ഉം BS6ഉം BS3 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇതിന് കുറച്ച് കൂടുതലാണ്, അതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിച്ചു തരാം. ഏകദേശം 50,000 കിലോമീറ്റർ, വെയിലാണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം 50,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഫ്യൂവൽ ടാങ്കിൻ്റെ എന്തോ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്യൂവൽ പമ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഇത്രയും പഴക്കമുള്ള വണ്ടിയായതുകൊണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫ്യൂവൽ പമ്പൊക്കെ അടിച്ചു പോയി. ഫ്യൂവൽ പമ്പിന് ഏകദേശം 5000 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ ടാങ്ക് മാറി, ഈ പുറത്തുള്ള പാഡല്ല, അതിൻ്റെ അകത്തുള്ള ടാങ്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനും 1600 എത്ര രൂപ ആയിട്ടുണ്ട്. പിന്നെ ബ്രാക്കിൻ്റെ ഒരു സംഭവം, പിന്നെ ഡിസ്ക് മാറി, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഉണ്ട്. ഇതിൽ ഫ്രണ്ടിൽ ടിൻറ്റൊക്കെ ഒടിച്ചിട്ടുണ്ട്. നൈസല്ലേ കാണാൻ? വാവ്. എന്തായാലും ആ മാസീവ് ലുക്ക് ഇപ്പോഴും ആ ഒരു BS3 BS4 ഇതേ സെയിം ലുക്കിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ അഗ്രസീവാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ചുകൂടെ പവറും കൂടുതലാണ്. പിന്നെ ഇതിന് കുറച്ചുകൂടെ ശബ്ദമൊക്കെ വ്യത്യാസമാണ്. എന്തായാലും ശബ്ദമൊക്കെ കേൾപ്പിച്ച് തരാം. പിന്നെ വണ്ടിക്ക് നോൺ ABS ആണ്, അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിനൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡിസ്ക് എന്ന് പറഞ്ഞാൽ 320 ഉണ്ട്. അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ BS3 ഒക്കെ മെയിൻ വിഷയമായിരുന്നു ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂ. കാരണം അതിന് ആ ചെറിയ ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ 320 ശേഷം പക്കായിട്ട് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ ABS അല്ലാത്തതുകൊണ്ടുള്ള വിഷയം മാത്രമേ ഉള്ളൂ. വണ്ടി കാണാനും മാസീവ് ലുക്ക് തന്നെയാണ്. ഈ ടയറിൻ്റെ സൈസൊക്കെ കൂട്ടിയപ്പോഴും വണ്ടി സെറ്റായിട്ട് തന്നെ ഉണ്ടോ. 170 ഇട്ടപ്പോഴും മൈലേജിനൊന്നും വലിയ ഷോർട്ടേജ് ഒന്നും വന്നിട്ടില്ല. ഏകദേശം 36 അടുപ്പിച്ച് മൈലേജ് ഉണ്ട്. ലോങ് പോകുമ്പോൾ ഇതിലും കൂടുതൽ കിട്ടാറുണ്ട്. വാവ്, എന്തായാലും വൈറ്റ് കളർ സീനല്ലേ കാണാൻ. ഐസിയിൽ ഓരോ സാധനങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് വന്നിട്ട് ഏകദേശം 2500 സംതിങ് ആയി. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ പമ്പ് മാറ്റിയിട്ടുണ്ട്, ഫ്യൂവൽ ടാങ്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സ്പ്രോക്കറ്റ് മാറ്റി. ഇതൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് മാറ്റിയത്. ഏകദേശം ബാക്ക് സ്പ്രോക്കറ്റിന് 1500 എല്ലാം ഒരു 1500 ഇതിൻ്റെ അകത്തൊക്കെ തീരും. പിന്നെ ഡിസ്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും മാറ്റേണ്ടി വരില്ല. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് രീതിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഫ്യൂവൽ പമ്പ് മിസ്സിങ് വന്ന് അങ്ങനെ ഓഫായപ്പോൾ ഫ്യൂവൽ പമ്പ് നോക്കിയപ്പോൾ ഫ്യൂവൽ പമ്പ് കംപ്ലൈൻറ്റ് ആയിരുന്നു. അതങ്ങനെ മാറ്റിയതാണ്. ഏകദേശം അതിനാണ് ഏറ്റവും കൂടുതൽ വില. ഏകദേശം 5500 സംതിങ് അതിന് വിലയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വണ്ടിയൊക്കെ ഒതുക്കി വയ്ക്കുന്നവരാണെങ്കിൽ ഫ്യൂലൊക്കെ അടിച്ചിട്ടൊക്കെ ഒതുക്കി ഇടയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഫ്യൂൽ പമ്പൊക്കെ പണി കിട്ടിക്കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യാൻ വന്നത് ഇതിൻ്റെ നോയ്സ്, ഇതിൻ്റെ ശബ്ദം കേൾക്കാനാണ്. BS3 ശബ്ദം കേൾക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡ്യൂക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് അടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. BS3 ശബ്ദം കേട്ടില്ലേ? BS4 പോലും അതുപോലും ഇല്ല, ഇത് പ്രത്യേക ശബ്ദം. സീൻ സൗണ്ട്. അധിക നേരം ഇട്ടിട്ട് ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ചിരിക്കുക. അതുകൊണ്ടൊന്നും ശബ്ദം ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ടാണ് ഗ്രൗണ്ടിൽ വന്നത് തന്നെ. പക്ഷേ ഇത്രയും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ മാരക ശബ്ദവും
ചുമ്മയല്ല എല്ലാവർക്കും BS3 എന്ന് പറയുമ്പോൾ ഒരു വികാരം, അത് ഡ്യൂക്കിനോട്. അപ്പോൾ എന്തായാലും അധികം ശബ്ദം കേട്ട് വെറുപ്പിക്കണില്ല. അപ്പോൾ ഇതിനങ്ങനെ ഇപ്പം എനിക്ക് കേട്ടിട്ട് നോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്ട്രാ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഇടയ്ക്കൊരു ഇതുപോലെ ഒരു കമൻറ്റ് വന്നതാണ് ഇതിന് എക്സ്ട്രാ നോയ്സ് ഉണ്ടോ, എഞ്ചിൻ നോയ്സ് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ സീനൊന്നും തോന്നുന്നില്ല. ഇതിൻ്റെ നൈസ് ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. വാവ്, ഒന്നും പറയാനില്ല. എന്തായാലും ഈ വെയിലത്ത് നിന്ന് അധികം കരിയണേക്കാളും നേരെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ എന്താ വണ്ടി കൊണ്ട് ഇതാ വീട്ടിൽ വെച്ചിട്ടുണ്ട്. വെയിലായതിൻ്റെ അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വണ്ടി ഇതായിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൊണ്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇതിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കേട്ടില്ല. എനിക്കങ്ങനെ എക്സ്ട്രാ നോയ്സ് ആയിട്ടൊന്നും തോന്നിയില്ല. ഇതിൻ്റെ എക്സോസിലുള്ള ശബ്ദമൊക്കെ അടിപൊളിയായിരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തതിനെ തുടങ്ങാം. പിന്നെ ഈ കളർ വൈറ്റ് ബ്ലാക്ക് BS3 BS4 വാവ്. അപ്പോൾ എന്തായാലും നൈസ് ഫ്രെയിമല്ലേ. അപ്പം പിന്നെ അല്ലാതെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വർഷമായിട്ട് വേറെ സീനൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിടില വണ്ടിയാണ് ഇതാ കാണുന്ന ഈ ഒരു വൈറ്റ് BS3 ഡ്യൂക്ക് 200. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് പക്കാ കിടില ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ആണോ, ഇതിൻ്റെ രണ്ടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്കത് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഈ ടയർ സൈസ് കൊടുക്കുന്നത് 170 ഇവിടെ ഉണ്ടായിരുന്നു. 170 60 എന്തോണ് നടക്കണം. ബ്ലാക്ക് റിമ്മിൽ, പക്ഷേ ബ്ലാക്ക് റിമ്മിൽ വരുന്ന വാവ്, സോറി അലോയി, നൈസല്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും വണ്ടി രാവിലെ തന്നെ വന്നുകൊണ്ട് ജസ്റ്റ് ആ ഒരു നോയ്സിൻ്റെ വിഷയം ഒന്ന് കേൾപ്പിച്ച് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എഞ്ചിൻ നോയ്സ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ലാതെയുള്ള ശബ്ദമൊക്കെ തോന്നുന്നു. പക്ഷേ നൈസ് ശബ്ദമായിട്ട് തോന്നി. BS3 പ്രത്യേക ഒരു ശബ്ദം ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. എന്തായാലും അത് ഇനി മാറി മാറി കേട്ട് നോക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ എന്തായാലും BS4 ശബ്ദങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രണ്ട് വണ്ടി ഇരിക്കുന്നതാണ് മാസി ലുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇരുന്നില്ല. എല്ലാവർക്കും ബൈ, സബ്സ്ക്രൈബ്.